ഇന്നത്തെ 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും കൂട്ടിനകത്ത് പിടിച്ചിട്ടിട്ടുള്ളതാണ്. അത് കൂട്ടിൽ ഉൾപ്പെടുന്ന അതാണ് കൂട്ടിലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആ കൂട്ടിലുള്ള ഒരു കുട്ടിയെ ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ചേച്ചി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുന്നുള്ളൂ. ഞങ്ങളെന്തായാലും ആരെ കണ്ടില്ലെങ്കിലും ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങും. അപ്പോൾ ഇന്ന് ആ കുട്ടിയെ കണ്ടു. അപ്പം കുട്ടിക്ക് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ 2 പേരായിരുന്നു ആദ്യമായിട്ട് നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ഇപ്പം തന്നോട് വലിയ സൗഹൃദത്തിലല്ല, നേരത്തെ പോലൊന്നും അല്ല ഇപ്പോൾ. ഇപ്പം വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയായിട്ടാണ് കൂടുതലും നേരം നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞാൽ സാരമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ ആ കുട്ടികളുടെ ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് ചിന്ത നമ്മുടെ ഒരു പ്രായത്തിലെത്തുമ്പോഴത്തേക്കും അല്ലേ, നമ്മുടെ വാർദ്ധക്യ സമയത്തും ഇതുപോലുള്ള ചിന്തകളൊക്കെ വരും. അപ്പോൾ കുട്ടിക്ക് വേറെ ഒന്നുമില്ല, തൻ്റെ ഫ്രണ്ട് എപ്പോഴും തന്നോട് സ്നേഹത്തോടെയും തൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആൾ വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളതാണ് പറയുന്നത്. അപ്പം എപ്പോഴും നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ കുട്ടിക്ക് ആഗ്രഹം. പക്ഷെ മറ്റേ കുട്ടിക്ക് ആ രീതിയല്ല ഇപ്പോൾ. അപ്പോൾ ഭയങ്കരമായിട്ടും വിഷമമുണ്ട്. തന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പുതിയ കൂട്ടുകാരിയോടാണ് ഇപ്പം കൂടുതൽ അടുപ്പം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഈ കുട്ടി ഒരു കാര്യം ഓർക്കുന്നില്ല. കാരണം ഈ കുട്ടിയുടെ വീട്ടിൽ വേറൊരു കുട്ടി വന്നിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയായിട്ട്. അപ്പോൾ ചേച്ചിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ ആ ചേച്ചി വന്നത് കൊണ്ടായിരിക്കും മറ്റേ കുട്ടി ഇവരുടെ വീട്ടിലേക്ക് വരാത്തതും കൂടുതൽ സഹകരണം കാണിക്കാത്തതും. നമുക്കതറിയില്ല. അപ്പോൾ അത് നമ്മൾ നേരിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതിയിരിക്കുകയാണ്. ഒരു തെറ്റായ ധാരണ കുട്ടികൾക്കുണ്ടാകുമ്പോൾ അതൊക്കെ തിരുത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് അവർക്ക് ഒരുപാട് സഹായമാകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നടന്നു. ഞങ്ങളുടെ റൂട്ടുണ്ട്, ആ റൂട്ട് മാറി പുതിയൊരു ടാർട്ട റോഡ് വന്നു, അതുവഴി നടന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. 1, 2, 3, 4 റോഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പം അതിലേക്കൂടെ അധികം വണ്ടിയൊന്നും വരാത്ത റോഡാണ്. അപ്പം നല്ല പുതിയ റോഡാകുമ്പോൾ ഒരു രസമാണല്ലോ നടക്കാനൊക്കെ. അപ്പം മോൾ അതുവഴി അങ്ങ് നടന്നു. വേറെ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അങ്ങ് നടന്നു. അവരവരുടെ വീട്ടിലേക്ക് പോകണം, ഇവിടെ പുറകെ പോവുകയാണ്. അങ്ങനെ അവരോട് സംസാരിച്ചവിടെ നിന്നപ്പോൾ ആ കുട്ടികളുടെ അമ്മ അവിടെ വെച്ച് കണ്ടു. കുട്ടികൾ തിരക്കി ഇറങ്ങിയതാണ്. അങ്ങനെ സംസാരിച്ച് നിന്നപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി വന്നു. ഇന്ന ആളാണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഈ തൊട്ടടുത്തൊരു വീട്ടിൽ അവരുടെ കുടുംബക്കാരെല്ലാം കൂടെ ടൂറ് പോവാണ്. അതിരപ്പള്ളിയിലാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒപ്പം നിന്ന 2 ചേച്ചിമാർക്കും ഇങ്ങനെ ഒന്ന് യാത്രയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ചേച്ചി പറയുന്നു, എൻ്റെ കുട്ടികൾ, അവർക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ നല്ലതായിട്ട് പഠിക്കുകയും പാട്ടുപാടും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ടൂറിന് പോകണം, മൂന്നാർ പോകണം എന്നൊക്കെ എപ്പോഴും പറച്ചിലാണ്. പക്ഷെ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. മറ്റേ ചേച്ചി പറഞ്ഞു, ഇവിടെ ഞാൻ പറയും ഈ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നതല്ലാതെ എനിക്കൊന്ന് മറ്റുള്ളവരൊക്കെ പോകുന്നുണ്ടല്ലോ, ഒന്ന് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം മക്കളൊക്കെ പറഞ്ഞു, അമ്മ വയ്ക്കുമോ, പൈസയുടെ കാര്യമില്ല, അതൊക്കെ ശരിയാക്കാൻ പോകുമെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും യാത്രകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അയൽക്കൂട്ടം അങ്ങനെയുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് മുൻകൈ എടുക്കുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, അങ്ങോട്ട് പോവുക. ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മഴ എത്തിയിട്ടുണ്ട്. 27-ാം തീയതിയാണ് തുടങ്ങുന്നത് മഴയെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ ഒട്ടും നല്ലതല്ല. നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ പോകുന്നത് എന്തായാലും ഇത്തിരി കുന്നും പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം കുന്നും പ്രദേശങ്ങളിലൊക്കെയാണ് പെട്ടെന്ന് മഴ എത്തുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിനെക്കാട്ടിലും ഇരട്ടിയായിട്ട് മഴയാണ്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. നേരം വെളുത്താലും രാത്രിയായാലും
എല്ലാം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ വന്നേ നമ്മുടെ നാട്ടിൽ വെയിലായിരിക്കും. അപ്പം നമ്മൾക്കിത് എന്തൊരു വ്യത്യാസമെന്ന് പറയും. അതാണ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറിന് പോകുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് പറ്റില്ല, ഇത് കഴിഞ്ഞ് ഒരു ചൂടൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, വെയിലൊക്കെ ആകുന്നു എന്ന് വിശ്വാസം തോന്നുന്ന ആ സമയത്ത് പ്ലാൻ ചെയ്യാം. പക്ഷെ അപ്പോഴും നമുക്കൊരു കാരണവശാലും വിശ്വസിച്ച് പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ വെയിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ ചിലപ്പം വെയിലായിരിക്കണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ അതിരപ്പള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴയുടെ ഇതൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഒരു വെള്ളത്തിലൊന്നും ഇറക്കത്തൊന്നുമില്ല, ദൂരെ മാറി നിന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. കാരണം എപ്പോഴാണ് മലയിൽ നിന്ന് വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ ചിലരെന്ത് ചെയ്യുമെന്നറിയാം, മുകളിൽ വാഴച്ചാൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ്, അധികം ഇതൊന്നുമില്ല. ചിലരൊക്കെ നീന്തി അപ്പുറത്ത് പോകും. ചെറിയ ചെറിയ കല്ലും പാറയൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ ചാടി ആളുകൾ അപ്പുറത്ത് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് വെള്ളം ഫോഴ്സിൽ വരുന്നത്. അപ്പോൾ എന്തു ചെയ്യും, അത്രയും നേരം കരയായിട്ടിരുന്നതൊക്കെ അങ്ങ് മുങ്ങും. അങ്ങനെ അപ്പുറത്ത് പെട്ടുപോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ. അപ്പോൾ അവർ പറയും അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ അവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒന്നുമല്ല, പൊതുവേ ചില യുവാക്കൾക്ക് അതിനെയൊക്കെ ഒന്ന് മറികടക്കുന്നത് ഭയങ്കര എന്തോ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അവരുടെ ഒരു രക്തത്തിളപ്പിൻ്റെ പ്രായമാണല്ലോ. അപ്പോൾ അവരങ്ങനെയൊക്കെ അങ്ങനെ പോവും. അതെങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ടൂറിന് മിക്കവാറും ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ അങ്ങോട്ടുള്ള ആ ഒരു ടൈമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഡിസംബറാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ ആ തണുപ്പും കാര്യങ്ങളുമൊക്കെ നമുക്ക് ആസ്വദിക്കാനും മറ്റും കറക്റ്റായിട്ടുള്ള ടൈം ഡിസംബർ, ജനുവരി ആ ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞ് പോകണം ചേച്ചി, നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോകണം. കാരണം നമ്മളുടെ ജീവിതം പിന്നീട് എന്താകും എങ്ങനെയാകും നമുക്കറിയില്ല. പിന്നെ പ്രായം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യണം. അല്ലാതെ അതിനൊരു മടി വിചാരിക്കില്ല. പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു നിശ്ചിത തുക എടുക്കുക. പിന്നെ നമുക്ക് വെളിയിൽ നിന്നുള്ള ചിലവ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ്. അത് നമ്മൾ ഗ്രൂപ്പുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോന്നും വീതിച്ചെടുക്കാം. ഒരാൾ ചോറ്, ഒരാൾ ഇന്ന കറി, അങ്ങനെയൊക്കെ വീതിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം എളുപ്പമാവും. എല്ലാവർക്കും കൂടെ കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കഴിക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഫുഡ് വെളിയിൽ നിന്ന് കഴിച്ചിട്ടൊരു ഇൻഫെക്ഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും വരികയില്ല. പിന്നെന്താണ്, ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നോക്കി പോകണം, എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടാവണം അല്ലേ, നല്ലതായിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അങ്ങനെ നൂറ് പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് തന്നെ പോകണമെന്നുള്ള രീതിയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കതല്ലേ പറ്റത്തുള്ളൂ, പ്രോത്സാഹനം കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ചിലപ്പം പെട്ടെന്ന് തന്നെ അവർക്ക് പോകണമെന്നൊരു പ്ലാനൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അതിന് ഞാനൊരു നിമിത്തമായെങ്കിൽ ഞാൻ ഹാപ്പി. ഞാനിങ്ങനെ പറയാമെന്ന്, കുട്ടികളുമായിട്ട് ടൂറിന് പോകുമ്പോൾ എല്ലാ വർഷവും ഉണ്ടല്ലോ, പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ വലിയ ബസ്സിലല്ലേ പോകുന്നത്, എല്ലാ കുട്ടികളും ഉണ്ടാവും. മിക്കവാറും 50 പിള്ളേർ, 50 പിള്ളേരൊക്കെ കാണും. അപ്പം ഞങ്ങൾ ഈ ബസ്സുകാർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാമല്ലോ, അവർ പോകുന്നല്ലേ, മിക്കവാറും പോകുന്നതായതുകൊണ്ട് അവർക്ക് റൂട്ടും അറിയാം, നല്ല ഹോട്ടൽ ഏതാണെന്നറിയാം. പിന്നെ ഇവർക്ക് ഫുഡൊക്കെ ഫ്രീ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല ഫുഡുള്ള സ്ഥലങ്ങളൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ഇവരെന്ത് പറയും, നേരത്തെ ചോദിക്കും ഫുഡ് ഓർഡർ കൊടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഓർഡർ കൊടുക്കും, ഇത്ര പേർക്കുള്ള ഫുഡ് ഇന്ന സമയം ഞങ്ങൾ വന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വീടിനോട് ചേർന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ നമുക്ക് ഇവർ എല്ലാം ശരിയാക്കി വെക്കും, നമ്മൾ ചെന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ എല്ലാ ടീച്ചേഴ്സും സാറന്മാർ അവരവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബീൻസിൻ്റെ തോരനും പിന്നെ കടച്ചക്കയുടെ പുളിശ്ശേരിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ
അന്നൊന്നും നമുക്ക് ഇതിന് വലിയ ഇതൊന്നും അറിയില്ലെങ്കിലും നമ്മളിതൊക്കെ അരിഞ്ഞൊക്കെ കൊടുക്കും. അമ്മയുടെ കാല് പിടിച്ച് ഇതൊക്കെ ഉണ്ടാക്കിച്ചെടുക്കും. കാരണം നമുക്ക് വെളുപ്പിനെ പോകേണ്ടതാണ്. പുളിശ്ശേരി നമുക്ക് തലേദിവസം ഉണ്ടാക്കി വയ്ക്കാം. ഈ തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വെളുപ്പിനെ പോകേണ്ടതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളെല്ലാം റെഡിയാക്കണമല്ലോ. ഈ തോരനൊന്നും തലേദിവസം വയ്ക്കാൻ പറ്റില്ല, പിറ്റേ ദിവസമല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത്തിരി എളുപ്പമാണ്. പക്ഷേ ഈ അരിഞ്ഞൊക്കെ വെക്കപ്പം നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തേങ്ങയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് അത് നമ്മൾ അമ്മ ഏൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് നമുക്ക് ഫ്രഷായി പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനൊരു യാത്ര പോകുമ്പോഴത്തേക്കും നമുക്ക് തലേദിവസം ഉറക്കം വരില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ എണീക്കാൻ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങിപ്പോകും. അങ്ങനെ ഒരു കുറേ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ടൂർ അല്ലെങ്കിൽ വിനോദയാത്ര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്ര എന്ന് പറയുന്നതൊക്കെ നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നാളെ ഈ ഏരിയയിൽ നിന്ന് കുറേ ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയായിട്ട് പോയിട്ട് വരട്ടെ. ഇങ്ങനെയൊക്കെ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ 10 പേരോട് പറയുക, നമ്മുടെ അടുത്ത ആൾക്കാരുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരോടൊക്കെ ചർച്ച ചെയ്യുക. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ കാണും. 1-2 പേരൊക്കെ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവർ പോകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങും. എല്ലാവരുടെയും മനസ്സിലോരോ ചിന്തകൾ വരും. അത് നമ്മളങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്നേ ഉള്ളൂ. ഒരാൾ മുൻകൈ എടുത്താൽ എല്ലാവരും വരും. പൈസയൊക്കെ വഴിയേ ഉണ്ടായിക്കോളും. എപ്പോഴും പണം എന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ കൂടി വന്നാൽ എത്ര രൂപയാവും? ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് പൈസയിലും വ്യത്യാസം വരും. പിന്നെ ഫുഡ് നമ്മൾ കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുവരാൻ വയ്യ, അവരവർക്ക് ആവശ്യമുള്ള ഫുഡ് അവരവരെടുക്കുകയാണെങ്കിൽ അത്രയും ലാഭം. വേണമെന്ന് വിചാരിച്ചാൽ 3 നേരത്തെ ഫുഡ് നമുക്ക് വൈകുന്നേരം നമുക്ക് വീട്ടിൽ വന്ന് കഴിക്കാം എന്ന് പറയാം. ഇടയ്ക്കൊന്ന് ചായ കുടിക്കും, അല്ലെങ്കിൽ വൈകിട്ടത്തേക്കും എടുക്കാം. വിചാരിച്ച് 3 നേരത്തെ ഫുഡൊക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? നമ്മൾ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ലൈഫ് അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് പിന്നീട് നമ്മൾ വാർദ്ധക്യത്തിൽ നമുക്ക് ഓർത്ത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ വാർദ്ധക്യാവസ്ഥയിൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ മറ്റാരും കൊണ്ടുപോകാനില്ലാത്തൊരു സമയത്ത് നമ്മൾ ഓർത്ത് വിഷമിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചിന്തിക്കാം, അടുത്തുള്ളവരൊക്കെ ടൂർ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമിക്കാം. എൻ്റെ പ്രായത്തിൽ ഞാനും കുറേ ടൂറിന് പോയതാണ് എന്നോർത്ത് സന്തോഷിക്കാം. അതുകൊണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ പോവുക. മറ്റാരും കൊണ്ടുപോകാതെ പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒപ്പം കൂട്ടുക. അങ്ങനെ അവർക്ക് സന്തോഷം പങ്കുവെക്കുക. അവരുടെ മനസ്സിൽ തോന്നുന്ന സന്തോഷം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഓക്കെ.